പല ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, പല ടിക്ടോക്ക് ചർച്ചകളിൽ നിങ്ങളെ കാണാത്തത് എന്തുകൊണ്ട്? എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയുണ്ട്. അതിൻ്റെ പിറകെ അറിയാത്തവൻ കയറിയിട്ട് അവനെക്കുറിച്ച് കുറ്റം പറയും. അവനങ്ങനെയാണ് ഇങ്ങനെയാണ്. അവന് തീരെ അറിയില്ല. എന്നാലും അവൻ്റെ ജീവിതമൊക്കെ തകർന്നടിയും നേരെ ഇവർ ചർച്ച വേളയിൽ ഉണ്ടാക്കും. പിന്നെ അടുത്തവന്, പ്രത്യേകിച്ച് ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ഇവിടെ സപ്പോർട്ട് ചെയ്തു. ഒരു 90% പെണ്ണിന് ഒരു 10% മാത്രമായിരിക്കും ആണിന് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ആണിൻ്റെ ജീവിതം കട്ട പുകയാക്കിയിട്ട് ഈ ടിക്ടോക്ക് ഇതുവരെ അവസാനിക്കും. മുമ്പുള്ള കഥകൾ ഞാൻ പറയണ്ട. ഇവിടെ ഒരാളുണ്ട്, സിനിമാ മോഹങ്ങളുമായിട്ട് സിനിമയിൽ മാത്രം ജനിച്ച ഒരാൾ, ഇന്ന് ഫഹദ് ഫാസിലോ മറ്റോ ആരോ ആയിത്തീരേണ്ട ഒരാൾ. ആ ആളിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. എന്തായി, നിങ്ങൾ തകർത്തില്ലേ? നിങ്ങൾ പറഞ്ഞില്ലടോ ഒരു പെണ്ണും അയാളെ കൂടെ വായില്ലാന്ന്. ഇപ്പോൾ അയാളെ കൂടെ 5 വർഷമായി ഒരു പെണ്ണ് ഇവിടെ ജീവിക്കുന്നു. അതെന്താ? അയാൾ സ്നേഹം കൊടുക്കാത്തത് കൊണ്ടാണ്, അയാൾ പരിഗണന കൊടുക്കാത്തത് കൊണ്ടാണ്. സ്നേഹം പരിഗണനയും ഒക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് ആ പെണ്ണ് ഇപ്പം 5 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ആളെ ഈ ഇടയിൽ കാണാൻ ഇടയുണ്ടായപ്പോഴാണ് എനിക്ക് വല്ലാണ്ട്, നമ്മളും ആ ചർച്ചകളിൽ അവിടെ താഴെ പോയി ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട്, അയാളെ കുറിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ ഖേദിക്കുന്നുണ്ട്. അതാണ് പല ചർച്ചകളിൽ ഇന്നെന്തിന് വേണ്ടതിനൊക്കെ നിങ്ങൾ ചർച്ചയാണ്. നിങ്ങളാണോ കോടതി കേസുമായിട്ട് നടക്കുന്ന ആൾ ഇപ്പോഴും വന്നിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നു. എന്നാൽ ഇവിടെ തന്നെ ചർച്ച ചെയ്താൽ പോയേ, പിന്നെന്തിന് നിങ്ങൾ കേസ് കൊടുക്കാൻ നിൽക്കുന്നു? പല ആൾക്കാരും, നമ്മൾ ഒരാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് മാത്രം പറയാം. ഒരാളെ പറഞ്ഞ് അവൻ്റെ ജീവിതം ഒക്കെ നശിപ്പിച്ചിട്ട് നിങ്ങൾ ഈ സന്തോഷിക്കലുണ്ടല്ല, പടച്ചോൻ നാളെ കാണും. എല്ലാവർക്കും നിങ്ങൾക്ക് കിട്ടും, ഒക്കെ കിട്ടും.